നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോഴിതാ ഗോകുലം ഗോപാലത്തിന് പിന്നാലെയും അതുപോലെ തന്നെ പൃഥ്വിരാജിന് പിന്നാലെയും ആന്റണി പെരുമ്പാവൂരിനെയും തേടി ഇപ്പോൾ ഒരു നോട്ടീസ് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഓഫീസുകളിലും അല്ലെങ്കിൽ അവർക്ക് അയക്കുന്ന പല നോട്ടീസുകളെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിനും ഇൻകം ടാക്സ് ഓഫീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പല കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. അതും നിയമപരമല്ലാത്ത പണമിടപാട് നടന്നിട്ടുണ്ട് എന്ന സംശയത്താലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എത്രയും വേഗം തന്നെ മറുപടി നൽകാനാണ് നോട്ടീസിൽ പ്രധാനമായിട്ടും പരാമർശിച്ചിരിക്കുന്നത്. ഗോകുലം ഗോപാലനായിരുന്നു എമ്പുരാന്റെ ഒരു നിർമ്മാതാവ്. ഗോകുലത്തിനെതിരെ ഇ ഡി ശക്തമായ നടപടികളിലാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ചെന്നൈയിലെയും കേരളത്തിലെയും ഗോകുലത്തിൻ്റെ ഓഫീസുകളിലെല്ലാം തന്നെ ചിട്ടി കമ്പനികളിലെല്ലാം തന്നെ ഇ ഡി റെയ്ഡ് നടത്തുകയും പല രീതിയിലുള്ള രേഖകൾ പിടിച്ചെടുക്കുകയുണ്ട്. പല രീതിയിലുള്ള ഇടപാടുകൾ നിയമപരമല്ലാത്ത ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് ഇ ഡി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എമ്പുരാനോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പകയാണെന്ന വാദം ഒരു സൈഡിൽ ഉയർത്തുന്നവരുമുണ്ട്. ഇതിനിടെയാണ് ആന്റണി പെരുമ്പാവൂരിനെതിരായ നീക്കമുണ്ടാകുന്നത്. 2022 റെയ്ഡിന്റെ പശ്ചാത്തലത്തിലാണ് ആന്റണിക്ക് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 2 സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരാൻ ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ലൂസിഫർ, മരയ്ക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്നീ സിനിമകളുടെ കാര്യത്തിലാണ് ആന്റണി പെരുമ്പാവൂർ വ്യക്തത വരുത്തേണ്ടത്. ഈ സിനിമകളുടെ ഓവർസീസ് റൈറ്റും അഭിനേതാക്കളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇപ്പോൾ വ്യക്തത തേടുന്നത്. മോഹൻലാലിനെ ദുബായിൽ വെച്ച് 2.5 കോടി രൂപ കൈമാറിയതിനും വ്യക്തത നേടിയിട്ടുണ്ട്. ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് ഫിലിംസിൽ 2022 റെയ്ഡ് നടത്തിയിരുന്നു. കഴിഞ്ഞ മാസം അവസാനത്തോടെയാണ് ആദായ നികുതി വകുപ്പ് ആന്റണിക്ക് നോട്ടീസ് അയച്ചത്. ഈ മാസം അവസാനത്തിനുള്ളിൽ കൃത്യമായ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. 2022 കേരളത്തിലെ സിനിമാ നിർമ്മാതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും ആദായ നികുതി വകുപ്പ് പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായുള്ള നടപടികളാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അന്ന് ആന്റണി പെരുമ്പാവൂരിന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് ഫിലിംസ്, ആൻഡോ ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള ആൻഡോ ജോസഫ് ഫിലിം കമ്പനി, പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, ദുൽഖർ സൽമാന്റെ വേഫെറർ ഫിലിംസ് എന്നിവിടങ്ങളിലായാണ് പ്രധാനമായും പരിശോധനകൾ നടന്നിരുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചതെന്നും എമ്പുരാൻ സിനിമാ വിവാദവുമായി ബന്ധമില്ലെന്നാണ് ആദായ നികുതി അധികൃതർ അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ ഇപ്പോൾ ഗോകുലത്തിന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തുമ്പോഴും ഇ ഡി റെയ്ഡ് നടത്തുമ്പോഴും കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന് ഇൻകം ടാക്സ് നോട്ടീസ് നൽകിയപ്പോഴെല്ലാം തന്നെ കൃത്യമായിട്ട് അത് ഒരു എമ്പുരാൻ സിനിമ അല്ലെങ്കിൽ എമ്പുരാൻ സിനിമയുമായി അത് കോർത്തിണക്കേണ്ട കാര്യമില്ല എന്ന് അറിയിച്ചുകൊണ്ട് വകുപ്പ് തന്നെ അവർ നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. മുൻപ് ഉയർന്നു വന്നിട്ടുള്ള പല കാര്യങ്ങളിലും സംശയങ്ങളിലുമാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിൽ വ്യക്തത വരാൻ വേണ്ടിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിപ്പോൾ ഒരു സിനിമ ഇറങ്ങിയത് വിവാദമായതിൻ്റെ പശ്ചാത്തലത്തിൽ അതുമായി കോർത്തിണക്കേണ്ട കാര്യമില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മലയാള സിനിമയുടെ ഓവർസീസ് റൈറ്റുകൾ നേടുന്നത് ഇറാൻ സ്വദേശിയായ ഗുൽഷനാണ്. വലിയ തോതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഇവിടെ നടക്കുന്നുവെന്ന സംശയം ആദായ നികുതി വകുപ്പിനുണ്ട്. തങ്ങൾക്ക് കിട്ടിയ കണക്കുകളും റിപ്പോർട്ടുകളും ആദായ നികുതി അന്വേഷണ വിഭാഗം ആദായ നികുതി അസസ്മെന്റ് വിഭാഗത്തിന് കൈമാറിയിരുന്നു. ആദായ നികുതി അസസ്മെന്റ് വിഭാഗമാണ് മാർച്ച് അവസാന ആഴ്ച ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് നൽകിയത്. എമ്പുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിനെ നോട്ടീസ് നൽകിയ അതേ സമയത്ത് തന്നെയാണ് ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ ആന്റണി പെരുമ്പാവൂർ ആരോപണങ്ങളിൽ വ്യക്തത വരുത്തണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. ഓവർസീസ് റൈറ്റിന്റെ പേരിൽ വലിയ തോതിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ് ആദായ നികുതി വൃത്തങ്ങൾ ആരോപിക്കുന്നത്. പൃഥ്വിരാജിന്റെ 3 സിനിമകളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകാനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ച വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ചിത്രങ്ങളിൽ അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ സഹനിർമ്മാതാവ് എന്ന നിലയിൽ 40 കോടിയോളം രൂപ പൃഥ്വിരാജ് വാങ്ങിയെന്നാണ് കണ്ടെത്തൽ. ഈ ചിത്രങ്ങൾക്ക് നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്നും ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു. ഇത് സ്വാഭാവിക നടപടിയാണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. മാത്രമല്ല, സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്. ആശീർവാദ് സിനിമാസ് ഒക്കെ തന്നെ ഒരുപാട് മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ചൊരു പ്രൊഡക്ഷൻ ഹൗസാണ്. നരസിംഹം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് സിനിമാ നിർമ്മാണം തുടങ്ങിയ ആശീർവാദ്, സ്പിരിറ്റ്, രസതന്ത്രം തുടങ്ങിയ മികച്ച സിനിമകളും മലയാളത്തിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എമ്പുരാനിലാണ് എത്തി നിൽക്കുന്നത്. ഈ എമ്പുരാൻ സിനിമാ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല ആളുകൾക്കും, നിർമ്മാതാവിനും
അതുപോലെ തന്നെ സംവിധായകനൊക്കെ തന്നെ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചില ആളുകൾ ഇതുമായി കൂട്ടി വായിക്കുന്നത് എന്ന് കൃത്യമായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. എമ്പുരാൻ വിവാദത്തിന് ശേഷമുള്ള നടപടി ആയതിനാൽ തന്നെ ഇത് വലിയ വാർത്തയായി കഴിഞ്ഞു. എമ്പുരാൻ ഇഫക്റ്റ് ആണോ ഈ നടപടികൾക്ക് പിന്നിലെന്ന ഉയർന്ന ചോദ്യമുണ്ട്. വാർത്തകൾക്കൊപ്പം തന്നെ ശ്രദ്ധ നേടുകയാണ് ഇവയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന കമന്റുകൾ. ഇഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും നടപടികൾക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ പൂരമാണ് നടക്കുന്നത്. എമ്പുരാൻ കണ്ടവരും കരുതിയിരുന്നോ നിങ്ങളുടെ പേരും ഇഡിയുടെ ലിസ്റ്റിലുണ്ട് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. സിനിമ കണ്ടവരുടെ ലിസ്റ്റ് എടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ടിക്കറ്റിന്റെ മുറി കയ്യിലുള്ളവർ കത്തിച്ച് കളഞ്ഞേക്ക്, ഇല്ലെങ്കിൽ ഇഡി നിങ്ങളെയും തേടിയെത്തുമെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. എമ്പുരാൻ കണ്ടവർക്ക് നോട്ടീസ് ഉണ്ടോ? എമ്പുരാൻ കണ്ടവരും പെടും. എമ്പുരാൻ കണ്ടതിന് ഇനി ഇഡി വീട്ടിലെങ്ങാനും വരുമോ? ദൈവമേ, എന്നാണ് ഇനി എൻ്റെ വീട്ടിൽ ഇൻകം ടാക്സ് വരുന്നത്? FDFS കണ്ടും പോയി തുടങ്ങിയ രസകരമായ നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. മോഹൻലാൽ മാപ്പ് പറഞ്ഞതുകൊണ്ട് സേഫായി എന്നും ചിലർ കമന്റ് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിയായ ഗോകുലം ഗോപാലിന്റെ ചെന്നൈയിലെയും കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ഓഫീസുകളാണ് ഇഡി റെയ്ഡ് നടന്നത്. പിന്നാലെ ഗോകുലം ഗോപാലിനെ ഇഡി ചോദ്യം ചെയ്യുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ പൃഥ്വിരാജിനും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വന്നിരുന്നു. എന്നാൽ അത് എമ്പുരാൻ ഇഫക്റ്റ് അല്ല എന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. 2022 നടത്തിയ പരിശോധനകളുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് അയച്ചതെന്നും അക്കാലത്തെ സിനിമകളുടെ പ്രതിഫല വിവരങ്ങൾ ഹാജരാക്കണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. അത് നേരിട്ടോ അല്ലാതെയോ മെയിൽ വഴിയോ ഒക്കെ തന്നെ വ്യക്തത വരുത്താനായിട്ട് പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ എമ്പുരാൻ ചരിത്ര നേട്ടങ്ങൾ കൊയ്ത് മുന്നോട്ട് പോവുകയാണ്. റിലീസ് ചെയ്ത് 5 ദിവസത്തിനുള്ളിൽ തന്നെ 200 കോടി കളക്ഷൻ നേടിയ ആദ്യ മലയാള ചിത്രം എന്ന റെക്കോർഡ് നേടിയ എമ്പുരാൻ അതിന് പിന്നാലെ തിയേറ്റർ ഷെയർ 100 കോടി രൂപ കളക്ട് ചെയ്യുകയും ചെയ്തു.